നമസ്കാരം സാധ്യമല്ല, ഇനി ഞാൻ വിചാരിച്ചിടത്ത് ഭക്ഷണം സാധ്യമല്ല, ഒരുപക്ഷെ ഞാൻ അവിടെ എത്തിയാൽ എൻ്റെ യാത്രയുടെ ഉദ്ദേശ്യവും സാധിച്ചു കൊള്ളണമെന്നില്ല. സഹോദരങ്ങളെ, സാധാരണഗതിയിൽ നാം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്ലാനുണ്ട്, ഒരു കണക്ക് കൂട്ടലുകളുണ്ട്. ഈ കണക്ക് കൂട്ടലുകൾ എവിടെയെങ്കിലും അപ്രതീക്ഷിതമായി തടസ്സപ്പെടുമ്പോൾ ചെറിയ മനോവേദന നമുക്കുണ്ടാകും. ആ പ്രതിസന്ധികളും പ്രശ്നങ്ങളും രണ്ടു രംഗത്തുമുണ്ട്. നമ്മുടെ മതപരമായ രംഗത്തുമുണ്ട്, ഭൗതികമായ രംഗത്തുമുണ്ട്. ഏതാനും ചില സുഹൃത്തുക്കളോട് ഇന്നിവിടെ വന്നതിന് ശേഷം ഞാൻ സംസാരിച്ചു, പല സുഹൃത്തുക്കളും സംസാരിച്ചിട്ടുണ്ട്. അവരോട് അവർക്ക് കൊടുക്കുന്ന കൗൺസിലിങ്ങിന് കൊടുക്കുന്ന ഫോമിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയ ഏതാണെന്ന്. ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ, ഞങ്ങളൊക്കെ സാധാരണ കോളേജിൽ ലീവ് കൊടുക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങി പറയാനുള്ള കാരണം പേഴ്സണൽ, എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ എഴുതുന്ന പോലെ ഏറ്റവും ചുരുങ്ങിയ വാചകത്തിൽ എഴുതുമ്പോൾ മതപരം അല്ലെങ്കിൽ എൻ്റെ പഠന സംബന്ധമായ കാര്യങ്ങൾ എന്ന രണ്ടുത്തരങ്ങളാണുള്ളത്. ഒരു പക്ഷേ കടന്നു വന്നു നോക്കൂ സഹോദരങ്ങളെ, രണ്ടു രംഗത്തും പ്രശ്നങ്ങളുണ്ട്. ഞാൻ എന്താണ് ആഗ്രഹിച്ചത്? ഒരു മാതാവിനും പിതാവിനും ലാളനയേറ്റ് വളരുന്ന നല്ല ഒരു കുടുംബത്തിൽ അന്യോന്യം കളിച്ചും ചിരിച്ചും ആഹ്ലാദിച്ചും ഉല്ലസിച്ചും പോകുന്ന മാതാപിതാക്കളുടെ അടിയിൽ ഒരു കുടുംബത്തിൽ സന്തോഷമേറ്റ് വളരണമെന്നായിരുന്നു എൻ്റെ ശൈശവത്തിലെ മോഹം. സഹോദരങ്ങളെ, സാധിച്ചുവോ അത്? ഒരു പക്ഷേ എന്നും വഴക്കായ മാതാപിതാക്കളിൽ നിന്ന് അങ്ങനെ ഒരു ജീവിതം വരാതെ വരുമ്പോൾ ആദ്യമായി എൻ്റെ ജീവിതത്തിൻ്റെ വഴിയിൽ ഒരു പുതിയ ടെൻഷൻ, ഒരു തടസ്സം വരുന്നതോടുകൂടി പുതിയ ടെൻഷൻ ആരംഭിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ പിതാവോ മാതാവോ മരണപ്പെടുന്നു അപ്രതീക്ഷിതമായ ഒരു പ്രായത്തിൽ. പിന്നീട് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ അഭാവത്തിലുള്ള എൻ്റെ കുടുംബജീവിതം സമ്പൂർണ്ണമായും എൻ്റെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ആയിക്കൊള്ളണമെന്നില്ല. അല്പം മുന്നോട്ട് പോയി ഒരു കോഴ്സിന് ചേർന്നു. കോഴ്സ് ഞാൻ വിചാരിച്ച പ്രതീക്ഷകളോടെ മുന്നോട്ട് പോയെങ്കിലും 1-2 വർഷം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് ഞാൻ വിചാരിച്ച പോലെ പൂർത്തിയാക്കാൻ പറ്റില്ലെന്ന്. മനസ്സിന് ടെൻഷനായി. കുറച്ച് മുന്നോട്ട് പോയി, കോഴ്സും കഴിഞ്ഞു. സഹോദരങ്ങളെ, വിവാഹത്തിലേക്ക് കാലെടുത്തു വെച്ചു. ഒരു വിവാഹത്തിൻ്റെ മുമ്പ് പ്രായപൂർത്തിയായത് മുതൽ കണ്ട സ്വപ്നങ്ങളെ, കണക്ക് കൂട്ടലുകളെ മുഴുവൻ അസ്ഥാനത്ത് കൊണ്ടായിരുന്നു വിവാഹത്തിൻ്റെ ആദ്യത്തെ പ്രഭാതം. എവിടെയാണ് മനുഷ്യന് ടെൻഷൻ ഇല്ലാതിരിക്കാം? ഏതൊക്കെ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നുവോ അവിടെയൊക്കെ ടെൻഷനാണ്. സഹോദരങ്ങളെ, ഇതൊരു മേഖല. രണ്ടാമത്തത് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കേവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം അത് ചെയ്യാൻ പാടില്ല, തെറ്റാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്ര കൃത്യമായി നമുക്ക് ബോധമുള്ള കാര്യങ്ങൾ മതപരമായ രംഗത്ത് നമ്മൾ തെറ്റി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മതപരമായ ജീവിതത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്നു. അപ്പോൾ ടെൻഷനായി, നിസ്കാരം നേരെ കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല. നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ ലൈംഗിക സദാചാര രംഗത്തിൽ എൻ്റെ മാന്യതക്കും നിലവാരത്തിനും നിലക്കാത്ത പ്രവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ രംഗത്ത് പരിശോധിക്കുമ്പോഴും നമ്മെക്കുറിച്ച് തന്നെ നമുക്കൊരു മതിപ്പ് തോന്നാത്ത രൂപത്തിലുള്ള സ്വകാര്യ ജീവിതങ്ങളുമായി മുന്നോട്ട് പോകുന്നവൻ്റെ ടെൻഷൻ എന്താണ്? ആത്മീയമായ ജീവിതത്തിലെ വഴിവിട്ട ജീവിതം അവനെ ഉറങ്ങാനോ ഒരു സ്വസ്ഥമായി മുന്നോട്ട് പോകാനോ അനുവദിക്കാതെ വരും. സഹോദരങ്ങളെ, എന്താണ് പരിഹാരം? ലളിതമല്ലേ പരിഹാരം? ഒരു വിദഗ്ധനായ മനഃശാസ്ത്രജ്ഞന്റെ മുമ്പിൽ മണിക്കൂറുകളോളം ഇരിക്കേണ്ടതില്ല. നമുക്കൊരു വഴിയുണ്ട്. ആ വഴിയിൽ നേരെ നാം സഞ്ചരിക്കുക. ചെറിയ തടസ്സങ്ങൾ നമ്മുടേതല്ലാതെ വരുന്നുവെങ്കിൽ ആ തടസ്സങ്ങൾക്ക് മുമ്പിൽ ക്ഷമയോടുകൂടെ, വളരെ ബുദ്ധിയോടുകൂടെ, കൂടിയാലോചനകളോടുകൂടെ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇന്ന് നമ്മൾ ആരും അനുഭവിക്കുന്നില്ല. പക്ഷേ എന്താണ് പരിഹാരമെന്ന് കണ്ടെത്താനും അത് പരിഹരിക്കാനും ശ്രമിക്കാതിരിക്കുമ്പോൾ പുതിയ പ്രശ്നങ്ങളായി ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാ രംഗത്തും ഇസ്ലാമികമായ ഒരു മാർഗനിർദ്ദേശത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം. ഫഅൈന തദ്ഹബൂൻ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള ഉത്ബോധനമായി ഇതാ വിശുദ്ധ ഖുർആൻ മുമ്പിൽ. അതിൻ്റെ മാർഗദർശനങ്ങൾ സ്വീകരിക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് വിജയിക്കാനാവില്ല, ലക്ഷ്യസ്ഥാനത്തെത്താനാവില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം, നന്നാവണമെന്ന് ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ജീവിതത്തിൽ മുഴുവനും സമാധാനത്തിൻ്റെ മാർഗദർശനം നൽകുന്ന വിശുദ്ധ ഖുർആനിനെ അറിഞ്ഞും ഉൾക്കൊണ്ടും സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോവുക എന്നതാണ് സഹോദരങ്ങളെ സത്യത്തിൽ ഈ സന്ദർഭത്തിൽ മുഖവുരയായി പറയാനുള്ളത്. ചില കാര്യങ്ങൾ ഒരല്പം ഗൗരവത്തോടുകൂടെ നമ്മൾ പരിഗണിക്കണം. ഞാൻ ഒരൊറ്റ പ്രയാസമേ കാണുന്നുള്ളൂ, ഈ സദസ്സ് ഇവിടെ നടക്കുന്ന ചർച്ചകളെ ഉൾക്കൊള്ളുമെന്നും കുറ്റബോധത്തോടുകൂടെ കഴിഞ്ഞ കാലത്തെ തെറ്റുകളെ ഓർക്കുമെന്നും
അതിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കുമെന്നും ഒരു തീരുമാനമെടുക്കാൻ മനസ്സുള്ളവരെ ഇവിടെയുള്ളൂ. എന്തുകൊണ്ട്? ഇവിടെ വരുന്നവർ ഇതിനോട് പ്രതിബദ്ധതയുള്ളവരെ വരൂ. ജീവിതത്തിലൊരു നന്മയുടെ മനസ്സില്ലാത്തവൻ സഹോദരങ്ങളെ എപ്പോഴെങ്കിലും ഒരു മാസത്തിൽ കിട്ടുന്ന ഒരു സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും 3 ദിവസം ഈ ചൂടത്തി പന്തലിൽ വന്നിരിക്കുമോ? ഒരു നന്മയുടെ മനസ്സിന്റെ കാര്യത്തിൽ നമ്മളെല്ലാവർക്കും ആ മനസ്സുണ്ട്. ആ മനസ്സിനെ പ്രവർത്തിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും തീരുമാനിച്ചാൽ നമുക്ക് സാധിക്കും. ഒരു ചെറിയ പ്രയാസം മാത്രം. എന്താണ്? ഒരു നിസ്സഹായതയെക്കുറിച്ചാണ്. ഇവിടെ കഴിയണില്ലല്ലോ, വിചാരിക്കാഞ്ഞിട്ടല്ല, എത്രയോ പ്രാവശ്യം തീരുമാനിച്ചതാണ്, കഴിയുന്നില്ലല്ലോ എന്നാണ്. സഹോദരങ്ങളെ, കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്താണ് കഴിയാത്തത്? ഏതു രംഗത്താണ് പ്രതിസന്ധി? നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും അവസരമുണ്ട്. അതോടൊപ്പം ഞാൻ പറയുന്നത്, കഴിയും, സാധിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. സാധിക്കാത്തതൊന്നും ഇസ്ലാം നമ്മളോട് നിർദ്ദേശിക്കില്ലല്ലോ. കഴിയുന്നതും സാധിക്കുന്നതും മാത്രമേ ഇസ്ലാം നമ്മളോട് പറയുള്ളൂ സഹോദരങ്ങളെ. പക്ഷേ ചെറിയൊരു ശ്രമം ആവശ്യമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞോട്ടെ. അധിക സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഉദാഹരണമാണ്. ഒരു പക്ഷേ ഇവിടെ പറയാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ഒരു സഹോദരൻ്റെ കൂടെ ഒരു യാത്ര ചെയ്യുകയാണ് ഇവിടെ അടുത്ത സ്ഥലത്തേക്ക്. ഇവിടെ പെരുമ്പാവൂർ ഇവിടെ ഒരു പരിപാടിക്ക് വേണ്ടി വരികയാണ്. അപ്പോൾ വരാനും തിരിച്ചു പോകാനുമുള്ള സൗകര്യത്തിന് എൻ്റെ ഒരു സഹോദരൻ്റെ വാഹനത്തിലാണ് ഞാൻ വന്നത്. ഞങ്ങൾ വേറൊരു സ്ഥലത്തുനിന്ന് പുറപ്പെട്ട് നേരം വൈകി വരികയാണ്. അങ്ങനെ ഏകദേശം ഭക്ഷണം കഴിച്ച് പാതി വഴിയിലെത്തിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കടയുടെ മുമ്പിലെത്തിയപ്പോൾ വാഹനം ഇവിടെ നിന്ന് നിർത്തണം. അപ്പോൾ നിർത്തണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, വാച്ചിലേക്ക് നോക്കി അസ്വസ്ഥനായിക്കൊണ്ട് വേഗത്തിൽ വാഹനം ഓടിച്ചു പോകുമ്പോൾ എന്തിനാണ് ഇവിടെ നിർത്താൻ പറഞ്ഞത് എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അദ്ദേഹം ഉടനെ പറഞ്ഞു, ഒരു കടലമുട്ടായി വേണമെന്നാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട്, എന്താണ് ഇത്രയും ധൃതിപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭത്തിൽ ഒരു കടലമുട്ടായി? എനിക്ക് മനസ്സിലായില്ല. പക്ഷേ സത്യത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും നേരല്ല. അദ്ദേഹം ഹാൻഡ് ബ്രേക്കൊക്കെ ഇട്ട് ഇറങ്ങണേക്കാളും നല്ലത് ഞാനാണ് വിചാരിച്ച് ഞാൻ വേഗം തുറന്നു അദ്ദേഹത്തിന് ഒരു കടലമുട്ടായി വാങ്ങിക്കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിനും എൻ്റെ മനസ്സിലുണ്ടായ ഒരു ആശ്ചര്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടാകാം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു കടലമുട്ടായി വാങ്ങാൻ പറഞ്ഞതിൽ നിങ്ങൾ വിഷമം വിചാരിക്കരുത്. ഞാൻ പറയാൻ കാരണം, ഞാൻ കുറേ കാലം ഗൾഫിലായിരുന്നു. ഗൾഫിൽ എൻ്റെ സ്വഭാവം എന്താണെന്ന് വിചാരിച്ചാൽ സ്ഥിരമായി ഞാൻ പുകവലിക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ എനിക്കൊരു സിഗരറ്റ് കിട്ടണം, അതാണ് എൻ്റെ ശീലം. ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറേ വർഷങ്ങളായി. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10-15 കൊല്ലമായിട്ട് ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട്. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിനുള്ള പ്രശ്നം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പുകവലിയുടെ ഓർമ്മ വരും. അതിന് പരിഹാരമായി അദ്ദേഹം കണ്ടത് കടലമുട്ടായിയാണ്. കടലമിഠായി ഇപ്പോൾ അദ്ദേഹത്തിനൊരു അഡിക്ഷനായി മാറിയിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, തൽക്കാലം പുകവലിയിൽ നിന്ന് മോചനം നേടാൻ അദ്ദേഹം സ്വീകരിച്ച ലളിതമായ ഒരു പരിഹാര മാർഗമാണ്. പക്ഷേ ഇന്ന് ആ ലളിതമായ പരിഹാര മാർഗത്തിന് അടിമയാണ് ഇപ്പോൾ അയാൾ. ഇതിലേതെങ്കിലും കാര്യത്തിൽ അഡിക്ഷൻ ഇല്ലാത്ത ആളുകൾ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സദാചാരത്തെ ചോദ്യം ചെയ്യലായിരിക്കും. ഒന്നില്ലെങ്കിൽ ഒരു പാൻ പരാഗ്, ഹാൻസ്, മ്യൂസിക്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കമ്പനി കൂടുമ്പോൾ ഒരു മദ്യം, അല്ലെങ്കിൽ സെക്സ് ഫിലിമുകൾ, സെക്സ് ചിത്രങ്ങൾ, എന്തെങ്കിലും ഒരു കാര്യം കാണാതെ ഒരാഴ്ച മുന്നോട്ട് പോകാൻ പറ്റാത്തവർ ആയിരിക്കും സഹോദരങ്ങളെ ഒരു പക്ഷേ സമൂഹത്തിൻ്റെ ഭൂരിഭാഗം. നമ്മുടെ സദസ്സിൽ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും പല സുഹൃത്തുക്കളും പരാതിപ്പെടുന്ന ഇതിനെക്കുറിച്ചാണ്. നമുക്ക് മോചനം നേടേണ്ടത് സഹോദരങ്ങളെ ആ അഡിക്ഷനുകളിൽ നിന്നാണ്. തീർച്ചയായും നമ്മൾ മോചനം നേടണം. എന്നും യാത്ര ചെയ്യുന്നത് ഒരേ KSRTC ബസ്സിലാകുന്നത് കൊണ്ട് അതിൻ്റെ ജീവനക്കാർ മിക്കവാറും സ്ഥിരം ആളുകളായിരിക്കും. ആ മുസ്ലിം അല്ലാത്ത ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇന്നലെ വീട്ടിലൊരു ബഹളം നടന്നു, ഞാനും ഭാര്യയും തമ്മിൽ ചെറിയ പ്രശ്നത്തിലാണ്, ഇന്ന് വീട്ടിൽ വൈകുന്നേരം പോകാനൊരു ചെറിയ വിഷമമുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് കമ്പനി കൂടി ഒന്ന് വെള്ളടിച്ചു. അത് വൈഫ് അറിഞ്ഞു, ആകെ പ്രശ്നമായി എന്നാണ്. എന്താ പത്ര പ്രശ്നമാക്കാൻ, മതത്തിലൊന്നും അത്ര വലിയ തെറ്റൊന്നല്ലല്ലോ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയാൻ വേണ്ടി അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രശ്നം എന്താ വെച്ചാൽ അവൾ എന്നോട് പറയുന്നത് ഇത് കമ്പനി കൂടാനാകാം, ഒരിക്കലാകാം, പക്ഷേ നിങ്ങളൊരു മദ്യപാനി ആയി എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ഇപ്പോൾ എന്നാണ്. എനിക്ക് നിങ്ങളൊരു മുഴുകൂടി ഞാനായി പോലെ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഇതൊക്കെ ഏത് സമയത്തും എനിക്ക് നിർത്താൻ പറ്റുന്നതാണ്. അപ്പോൾ അവൾ പ്രതികരിച്ചു, എത്ര ആളുണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ മദ്യപിക്കാൻ? അയാൾ പറഞ്ഞു 8 പേർ. എന്നാൽ ഇനി 8 പ്രാവശ്യമെങ്കിലും നിങ്ങൾ പോകേണ്ടി വരും, അത് കഴിഞ്ഞിട്ട് നിർത്താൻ പറ്റുള്ളൂ. എന്താ ഇന്ന് നിങ്ങൾ കുടിച്ചത് ഒരാളെ വകയാണ്, നാളെ വേറൊരാൾ വിളിക്കുമ്പോൾ നിങ്ങൾ പോകണം. ആ 8 ആൾക്കും 8 ചാൻസ് കിട്ടുന്നവരെയെങ്കിലും പോകാൻ നിങ്ങൾ നിർബന്ധനായിരിക്കുന്നതാണ്. എത്ര ബുദ്ധിമതിയാണ് ആ സ്ത്രീ എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ. ഒരു കമ്പനി കൂടൽ ഒന്നിൽ അവസാനിച്ച ചരിത്രമില്ല.
ഒരു സമയത്തൊരു കാര്യം ചെയ്തത് അവിടെ അവസാനിക്കുന്നില്ല, അത് ശീലമായി വരും. ഈ ശീലങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ മാനസിക പ്രതിസന്ധികൾക്കും ചെറിയൊരു പങ്കുണ്ട്. ഞാൻ ഇന്ന് എന്നോട് സംസാരിച്ചൊരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, ചില ദുശ്ശീലങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ അറിയാൻ വേണ്ടി ചില സൂചനകൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്യാമ്പസിലൊക്കെ ഉള്ള അന്യ പെൺകുട്ടികൾ